ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ഫ്രോക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത വീട്ടിലെ ആവണിയും ദേവും കൂടി കൊണ്ട് തന്നിട്ടുള്ളതാണ് ഈ ഫ്രോക്കിൻ്റെ ഒരു പീസ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഇല്ല, താഴ്ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ല തുണി ആയതുകൊണ്ട് കളയാതെ വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടൈപ്പ്, ഈ ഒരു തുണിയുടെ ഒരു ടൈപ്പ് വന്നിട്ട് ഒരു പ്ലാസ്റ്റിക് പോലത്തേക്ക് ഒരു ടൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ പേര് എനിക്കറിയില്ല. ഇതുപോലെ നെറ്റും അല്ല എന്നാൽ സാധാ തുണിയോ അല്ലാത്തൊരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. നീളത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ നീളത്തിൽ കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വലുപ്പത്തിലുള്ളൊരു പീസാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു സൂചിയും നൂലുമാണ് കേട്ടോ. ആ സൂചിയും നൂലും ഉപയോഗിച്ചിട്ട് ഈ തുണിയുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ സൂചി കയറ്റിയിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ സൂചിക്കുള്ളിൽ കയറ്റണം. അപ്പോൾ നമുക്കിതൊന്ന് കയറ്റിയെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഈ സൂചിക്കുള്ളിൽ കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് വലിച്ചെടുക്കാം. ഈ സൂചി ഇങ്ങ് വലിച്ച് പുറത്തെടുക്കാം. പുറത്തെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് രണ്ട് സൈഡിലുള്ള നൂല് ഇതുപോലെ ടൈറ്റിന് പിടിക്കാം. ഇതുപോലെ ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം നമുക്കൊരു കെട്ടിട്ട് കൊടുക്കാം. അപ്പോൾ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള നൂല് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇങ്ങനെ കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ സൈഡും കൂടി നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുമ്പോൾ നമുക്കിത് നല്ല ഇതുപോലെ കൂടി നിൽക്കുന്ന ഒരു പൂവിൻ്റെ നല്ലൊരു ഷേപ്പിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. അപ്പോൾ ഈ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഒരു കൂടിയിരിക്കുന്ന ഒരു പൂവിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അതിനുശേഷം ഒരു സ്റ്റിക്കിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് കട്ടിയുള്ള ഒരു സ്റ്റിക്ക് എടുത്തതിന് ശേഷം അതിനകത്ത് ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തതിന് ശേഷം അത് ഈ പൂവിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ നമുക്കിത് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലൊരു സ്റ്റോൺ എടുത്തതിന് ശേഷം ഇത് ഈ ഫ്രോക്കിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ. അതെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് ഗ്ലൂ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പൂവിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഫ്രോക്ക് പൂ ഇവിടെ റെഡിയാണ് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൂവാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഫ്രോക്കിൻ്റെ ഈ ഒരു ടൈപ്പ് തുണിയായതുകൊണ്ടാണ് കേട്ടോ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഒരു ലീഫും കൂടെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം. ബൈ.